അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച്, പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ, അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ, തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ, ഇസ്ലാമിക ചരിത്രങ്ങൾ, ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ, ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും, അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു രാത്രി ഫിർഔൻ ഒരു സ്വപ്നം കാണുകയുണ്ടായി. 2 വൃക്ഷങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നു പോയി. ലോകം മുഴുവനും അവയുടെ കീഴിൽ മറഞ്ഞതായിട്ടായിരുന്നു സ്വപ്നം. ഫിർഔൻ രാവിലെ ഉണർന്നതോടുകൂടി തന്നെ ജ്യോത്സ്യന്മാരെയും പണ്ഡിതന്മാരെയും എല്ലാം വരുത്തി സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അവർ താങ്കളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഇസ്രായേൽക്കാരിൽ നിന്ന് ജനിക്കുന്ന ഒരാൾ അങ്ങയുടെ സാമ്രാജ്യം തകർത്ത് കളയുന്നതും ജനങ്ങളെല്ലാവരും അയാൾക്ക് കീഴടങ്ങുന്നതുമായിരിക്കും. രാജ്യവും ധനവും ജനവുമെല്ലാം അയാൾക്ക് കരസ്ഥമാകും. അവൻ എന്നാണ് ഭൂജാതനാവുക എന്ന് ഫിർഔൻ ചോദിച്ചപ്പോൾ 3 രാപ്പകലുകൾക്കിടയിൽ അവൻ പിതാവിൻ്റെ മുതുകിൽ നിന്ന് മാതാവിൻ്റെ ഗർഭാശയത്തിൽ ചെന്ന് ചേരുമെന്ന് അവർ മറുപടി കൊടുത്തു. അത് കാരണം ഒരൊറ്റ ഇസ്രായേൽക്കാരും അന്ന് മുതൽക്ക് താങ്കളുടെ ഭാര്യമാരുടെ ശയന സ്ഥലങ്ങളിൽ പോകരുതെന്ന് ഫിർഔൻ അപ്പോൾ തന്നെ കൽപ്പന പാസാക്കി. കൽപ്പന ലംഘിക്കുന്നവരെ കൊന്നുകളയുമെന്ന് പരസ്യപ്പെടുത്തിച്ചു. അതനുസരിച്ച് എല്ലാ ഇസ്രായേൽ വീടുകളുടെ അടുക്കലും കാവൽക്കാരെ നിർത്തപ്പെട്ടു. എന്നാൽ അള്ളാഹുവിൻ്റെ നിശ്ചയത്തെ തെറ്റിക്കാൻ ഫിർഔന് എങ്ങനെ സാധിക്കാനാണ്? ആ നിശ്ചിത ദിവസങ്ങൾക്കിടയിൽ തന്നെ മൂസാ നബി മാതാവിൻ്റെ ഗർഭാശയത്തിൽ രൂപമെടുത്തു കഴിഞ്ഞു. അങ്ങനെ ഗർഭം ധരിച്ച സ്ത്രീ ഇസ്രായേൽ വംശജനായ ഇമ്രാൻ്റെ ഭാര്യയായിരുന്നു. ആ സ്ത്രീക്ക് അതിനു മുമ്പായി ഒരു ആൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഹാറൂൻ നബി. കൂടാതെ മറിയം എന്നു പേരായ ഒരു പെൺകുട്ടിയും ജനിച്ചിരുന്നു. ഈ ഇമ്രാൻ ആവട്ടെ ഫിർഔൻ്റെ സഖാക്കളിൽ ഒരാളും അംഗരക്ഷകരും കൂടിയായിരുന്നു. അദ്ദേഹം എല്ലാ അവസരങ്ങളിലും രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന സമയമാസന്നമായപ്പോൾ ഇമ്രാൻ്റെ പത്നിക്ക് സ്വന്തം ഭർത്താവുമായി ചേരാൻ എന്തെന്നില്ലാത്ത ആശ ആവിർഭവിച്ചു. അവർക്കൊട്ടും ക്ഷമയുണ്ടായില്ല. രാജാവിൻ്റെ കർശനമായ ഉത്തരവുണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ സ്വവസതിയിൽ നിന്നിറങ്ങി രാജകൊട്ടാരത്തിലേക്ക് തിരക്കി നടന്നു. കൊട്ടാരത്തിലെത്തിയപ്പോൾ അവിചാരിതമായി കൊട്ടാരവാതിലുകളെല്ലാം തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. കാവൽക്കാരെല്ലാം ഉറങ്ങിപ്പോയിരുന്നു. അള്ളാഹു അവരെയെല്ലാം ആ സമയത്ത് ഗാഢനിദ്രയിൽ അകപ്പെടുത്തി കളഞ്ഞു.
സ്ത്രീ നേരിട്ട് ഫിറോവിൻ്റെ ശയനമുറിയിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ ഫിറോൻ ഗാഢനിദ്രയിലായിരുന്നു. എങ്കിലും ഇമ്രാൻ അംഗരക്ഷകന്റെ നിലയിൽ ഉറങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയെ കണ്ടതോടുകൂടി ഭോഗേച്ഛ ഉണ്ടാവുകയും അങ്ങനെ ദമ്പതിമാർ തമ്മിൽ അപ്പോൾ തന്നെ ബന്ധപ്പെടുകയും ചെയ്തു. എല്ലാവരെയും മുടക്കിയിട്ട, എല്ലാവരുടെ വാതിൽക്കലും സെക്യൂരിറ്റി നിർത്തിയ ഫിറോവിൻ്റെ റൂമിൽ വെച്ചാണ് ഇത് നടക്കുന്നത് എന്നുകൂടി ഓർക്കണം. അങ്ങനെ അപ്പോൾ തന്നെ ശിശുവിൻ്റെ ബീജം ഇമ്രാൻ്റെ മുതുകിൽ നിന്ന് ഭാര്യയുടെ ഗർഭാശയത്തിൽ ചെന്ന് ചേരുകയും ചെയ്തു. ഇമ്രാൻ്റെ പത്നി അപ്പോൾ തന്നെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനായ അള്ളാഹു അല്ലാതെ മറ്റൊരാളും സംഗതി അറിഞ്ഞുമില്ല. അറിയിക്കാനൊട്ട് പറ്റുമില്ലല്ലോ, കാരണം ഫിറോവിൻ്റെ ഓർഡറല്ലേ. നേരം പുലർന്നപ്പോൾ രാജാവ് ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തി പ്രസ്തുത ബാലൻ്റെ ബീജം വല്ല ഗർഭാശയത്തിൽ സ്ഥലം പിടിച്ചിട്ടുണ്ടോ എന്ന് പ്രശ്നം നോക്കാൻ ആവശ്യപ്പെട്ടു. ആ ബാലൻ പിതാവിങ്കൽ നിന്ന് മാതൃഗർഭാശയത്തിൽ സ്ഥലം പിടിച്ചു പോയിരിക്കുന്നുവെന്ന് അവർ പറഞ്ഞു. തലേ രാത്രിയിലാണ് സംഭവം നടന്നതെന്നും ആ രഹസ്യം ആരും അറിഞ്ഞിട്ടില്ലെന്നും അറിയാൻ ആർക്കും സാധ്യമല്ലെന്നും കൂടി അവർ പ്രശ്നാനന്തരം വിശദമാക്കി. ഫിറോവിന് എന്തെന്നില്ലാത്ത ആദിയുളവായി. എങ്കിലും ആ അവസരത്തിലും ഭീരുത്വം അയാൾ കാണിച്ചില്ല. അയാൾ ഉടൻ തന്നെ തൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇസ്രായേൽക്കാരിൽ വല്ല ആൺകുട്ടിയും ജനിച്ചാൽ കൊന്നുകളയണമെന്നും 70 ദിർഹം വീതം അവൻ്റെ നഷ്ടപരിഹാരമായി അവൻ്റെ ഉമ്മയ്ക്ക് കൊടുത്തുകൊള്ളണമെന്നും, പക്ഷേ പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ കൊല്ലേണ്ടതില്ലെന്നും ഉത്തരവ് നൽകി. എന്നാൽ ഫിറോവിൻ്റെ ദുർഭരണം നിമിത്തം ഈജിപ്തിൽ അക്കാലത്ത് വലിയ ക്ഷാമവും അത് കാരണമായി ജനഹൃദയങ്ങളിൽ അതിഭയങ്കരമായ ക്രൂരതയും ഉളവായിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫിറോവിൻ്റെ പ്രസ്തുത പുറപ്പെട്ടത് മുതൽക്ക് എത്രയോ സ്ത്രീകൾ താന്താങ്ങൾ പ്രസവിച്ച ആൺകുട്ടികളെ ഫിറോൻ നിശ്ചയിച്ചിരുന്ന 70 ദിർഹം മോഹിച്ച് കൊണ്ടുപോയി ഏൽപ്പിച്ചുവെന്നും ഫിറോൻ കുട്ടികളെയെല്ലാം സ്വന്തം കൈകൊണ്ട് വെട്ടിക്കൊന്ന് മാതാക്കൾക്ക് നഷ്ടപരിഹാരം നൽകിയെന്നും കഥകളിൽ പറഞ്ഞു കാണുന്നു. ഈ സംഭവത്തെ പറ്റിയാണ് താഴെ പറയുന്ന ഖുർആൻ വചനമെന്നും പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്നു. ഫിറോവിൻ്റെ കുടുംബക്കാരിൽ നിന്ന് തന്നെ നിങ്ങളെ നാം ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്ന സന്ദർഭങ്ങൾ സ്മരിക്കണം. അവർ നിങ്ങൾക്ക് കഠിനമായ മർദ്ദനമേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പുത്രന്മാരെ അറുക്കുകയും സ്ത്രീകളെ ജീവിപ്പിക്കുകയുമാണ് അവൻ ചെയ്തിരുന്നത്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് പ്രത്യക്ഷമായ പരീക്ഷണമുണ്ട് എന്ന് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്. ഇസ്രായേലുകാർക്ക് വളരെ കാലത്തോളം ഫിറോവിൻ്റെ പരിശോധനയ്ക്ക് വിധേയരായി ജീവിതം നയിക്കേണ്ടി വന്നിരുന്നു. ആൺകുട്ടികളെയെല്ലാം അയാൾ കൊന്നൊടുക്കും. ഓരോ വീട്ടിലും ആളുകൾ ചെന്ന് സ്ത്രീകൾ ഗർഭിണികളാണോ, പ്രസവം അടുത്തിട്ടുണ്ടോ എന്നും മറ്റും പരിശോധിക്കും. ഒരു ദിവസം മൂസാ നബിയുടെ മാതാവ് റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പൊടുന്നനെ അവർക്ക് പ്രസവ വേദനയുണ്ടായി. ഉടനെ പ്രസവിക്കുകയും ചെയ്തു. പൂർണ്ണചന്ദ്രനേക്കാൾ പ്രശോഭിച്ചിരുന്ന ഒരു ആൺകുട്ടി. ആ പ്രഭ കൊണ്ട് അവർ കിടന്നിരുന്ന മുറി മുഴുവനും പ്രശോഭിതമായി. ആർക്കും കണ്ണഞ്ചാതിരിക്കുകയില്ല. ഉടൻ തന്നെ ഫിറോവിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ആ വീട്ടിൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നത് ഈ മാതാവ് കാണുകയാണ്. അവരുടെ കൊലയിൽ നിന്ന് സ്വന്തം മോനെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നുള്ള അന്താളിപ്പിലാണ് ആ സ്ത്രീ. അല്ലാഹുവേ, ഫിറോവിൻ്റെ ആളുകൾ വന്നു. എൻ്റെ കുട്ടിയെ ഞാൻ എവിടെ കൊണ്ടുപോയിട്ടാണ് രക്ഷിക്കുക? ഫിറോവിൻ്റെ ആളുകൾ കുട്ടിയെ കൊന്നു കളയുമല്ലോ. നീയല്ലാതെ എൻ്റെ കുട്ടിക്കൊരു സംരക്ഷകനുമില്ല. നീ തന്നെ രക്ഷിക്കണമേ എന്നിങ്ങനെ അവർ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതോടുകൂടി തന്നെ കുട്ടിയെ ഒരു തുണിയിൽ പൊതിഞ്ഞ് വേഗം അടുപ്പിൽ മറച്ചു വെച്ചു. അടുപ്പിന് മീതെ ഒരു ഒഴിഞ്ഞ കലവും കയറ്റി വെച്ചു.
ഉദ്യോഗസ്ഥന്മാർ അടുത്തെത്തിയിരുന്നത് കൊണ്ടാണ് പൊടുന്നനവേ അതെല്ലാം ചെയ്യേണ്ടി വന്നിരുന്നതെന്ന് ഇവിടെ പ്രത്യേകം ഓർക്കണം. എടുപിടിയുന്നായതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പോൾ തന്നെ ഫിറോവിൻ്റെ ആളുകൾ വീട്ടിൽ കയറി ചെന്ന് സ്ത്രീയെ പതിവ് പ്രകാരം പരിശോധിച്ചു. അവർ സ്ത്രീയുടെ വയറ്റത്ത് കൈ തടവി പരിശോധിച്ചപ്പോൾ ഗർഭമില്ലെന്ന് മനസ്സിലാക്കി മടങ്ങിപ്പോവുകയും ചെയ്തു. താൻ ഭവിഷ്യത്തൊന്നും ചിന്തിക്കാതെ തീ കത്തിക്കൊണ്ടിരുന്നതായ അടുപ്പിലാണല്ലോ പടച്ചോനെ കുട്ടിയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്നോർത്തപ്പോൾ സ്ത്രീക്ക് അതിയായ ദുഃഖവും ബേജാറും സങ്കടവും ഉണ്ടായി. അവർ നെഞ്ചിൽ കൈവച്ച് കരഞ്ഞു. കുട്ടിയുടെ വല്ല അവശിഷ്ടങ്ങളും കണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് അവർ അടുപ്പിൽ പരിശോധിച്ചു. അപ്പോൾ കുട്ടി അതാ കത്തിജ്വലിക്കുന്ന അടുപ്പിൽ ഒരു പഴം കത്തിജ്വലിക്കുന്ന അടുപ്പിൽ ഇങ്ങനെ പഴങ്ങാനും വീഴുന്ന മാതിരിക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുട്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല. അവൻ വളരെ സന്തോഷത്തിലും അത്ഭുതത്തിലും ഒരുപോലെ മുഴുകുകയാണ് ആ സ്ത്രീ. ഉടൻ തന്നെ അവർ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കുട്ടിയെ എടുത്ത് മാറോട് ചേർത്തു. പിന്നെയും അവർക്ക് ബേജാറുണ്ടാകാതിരുന്നില്ല. കുട്ടിയെ രഹസ്യമായൊരു സ്ഥലത്ത് വെക്കാതിരുന്നാൽ ഫിറോവിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയി കൊന്നുകളയുമെന്ന ശങ്ക അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവർ ഒരു മാർഗവും കാണാതെ പിന്നെയും അള്ളാഹുവിനെ തന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു, ഇരു കണ്ണുകളിലും വെള്ളം നിറച്ചുകൊണ്ട്. തദവസരത്തിൽ അവർക്ക് അള്ളാഹുവിങ്കിൽ നിന്നുണ്ടായ അറിയിപ്പിനെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വിശദമാക്കുന്നു. മൂസാ നബിയുടെ മാതാവിനെ നാം ഇപ്രകാരം അറിയിച്ചു: അതിന് മുല കൊടുക്കുക. അതിൻ്റെ കാര്യത്തിൽ നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ സമുദ്രത്തിൽ ഒഴുക്കിക്കളയണം. നീ ഭയപ്പെടേണ്ട, ദുഃഖിക്കുകയും വേണ്ട. ഞാൻ അതിനെ നിന്റെ അടുക്കൽ തന്നെ മടക്കി അയക്കുന്നതും അതിനെ ദൈവദൂതരിൽ ഉൾപ്പെടുത്തുന്നതുമാണ്. മൂസാ നബിയുടെ മാതാവ് ദുഃഖപരവശയായപ്പോൾ കുട്ടിയെ അതിന് മുല കൊടുത്ത ശേഷം നൈൽ നദിയിൽ ഒഴുക്കാൻ അവർക്ക് തോന്നി. അതിനായി ഒരു പെട്ടിയുണ്ടാക്കാനായി അവർ ആശാരിയെ അന്വേഷിച്ച് പുറപ്പെടുകയായിരുന്നു. പൊടുന്നനുവേ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരാശാരിയുടെ വേഷത്തിൽ ആ സ്ത്രീയുടെ മുമ്പിൽ വന്ന് അവിടെ ആഗതനായി നിന്നു. പെട്ടിയുണ്ടാക്കാൻ അറിയുമോ എന്ന് സ്ത്രീ ചോദിച്ചതിന് അറിയുമെന്ന് ഉടൻ തന്നെ മലക്ക് മറുപടി കൊടുത്തു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.